ഒരു മനുഷ്യൻ ഒരു ഇമാമിനെ ബയ്യത്ത് ചെയ്യാതെ സ്വന്തം സമൂഹത്തിൽ അമീറിനെ ബയ്യത്ത് ചെയ്യാതെ മരിച്ചു പോയാൽ അയാൾ ജാഹിലിയ കാലത്ത് ചത്തുപോയവനെ പോലെയാണ്. മാത്തമീത്തത്തിൻ ജാഹിലിയായത്. ഇത്ര ഗൗരവമുള്ള സംഗതിയാണ് അൽജമാഅത്ത്. ആ അൽജമാഅത്തിൽ നിന്ന് ആരും പുറത്തു പോകാനേ പാടില്ലാത്ത ഒന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ദുർബലമായ ഇസ്ലാമിയ ഖിലാഫത്ത് പോലും ഒടുവിലത്തെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയോടെ ഇല്ലാതായി. ഇപ്പൊ അങ്ങനെ ഒരു ഖിലാഫത്ത് എവിടെയുമില്ല. എന്നാൽ ഇനി ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കണോ? വേണ്ട, ഉണ്ടാവുന്ന തീരുമാനിക്കണം. അതിന് ആറ്റിയാണ് നേരത്തെ ഓതി അമനുമീക്കെന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല തന്ന വാഗ്ദാനമാണ്. ഖിലാഫത്ത് ഉണ്ടാവും, അതിനുവേണ്ടി പണിയെടുക്കണം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം നബി പറഞ്ഞു, അവസാനമായിട്ട് ഖിലാഫത്ത് നില മിൻഹാജിൻ നുബുവ്വ, പ്രവാചകത്വത്തിന്റെ അതേ മാതിരിയുള്ള ഖിലാഫത്ത് സ്ഥാപിതമാവും. പ്രതീക്ഷയോടുകൂടി പണിയെടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ മാധ്യമം പത്രത്തിന്റെ എഡിറ്ററായിരുന്ന ഒ അബ്ദുറഹിമാൻ സാഹിബിന്റെ വാദങ്ങൾക്കുള്ള ഖണ്ഡനമെന്നോ അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിന്റെ വസ്തുത എന്താണ് എന്ന് തുറന്നു കാണിക്കുക എന്നോ ഒക്കെ നമുക്കതിനെ പറയാം. അതായത് നമ്മുടെ ഒ അബ്ദുറഹിമാൻ സാഹിബ് ഇവിടെ പറഞ്ഞ രണ്ട് ഹദീസുകളും നമുക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ രണ്ട് ഹദീസുകൾ തന്നെയാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇമാമും ജമാഅത്തും ഇല്ലാത്തൊരു കാലഘട്ടം വന്നാൽ കാട്ടിൽ പോയി മരത്തിന്റെ വേര് ഭക്ഷിച്ച് ജീവിക്കുകയാണെങ്കിലും നിങ്ങൾ സംഘടനകളുടെ കൂടെ കൂടരുത്. ഇന്ന് മുസ്ലിങ്ങളിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, മറ്റ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ഓരോ സംഘടനകളാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ സിലോൺ ബന്ദിക്കോസ്, ഇന്ത്യൻ ബന്ദിക്കോസ് എന്ന് പറയുന്നത് പോലെ RC കത്തോലിക്ക, റോമൻ കത്തോലിക്ക എന്നൊക്കെ പറയുന്നത് പോലുള്ള സംഘടനകളിലാണ് ഇന്ന് മുസ്ലിമീങ്ങൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ഒരു ഇമാമും ജമാഅത്തും ഇല്ലാത്തൊരു കാലഘട്ടം വന്നാൽ കാട്ടിൽ പോയി മരത്തിന്റെ വേര് ഭക്ഷിച്ച് ജീവിക്കണമെന്നും ഒരു ഇമാമിനെ പിന്തുടരാതെ മരണപ്പെടുകയാണെങ്കിൽ അവൻ ജാഹിലിയത്തിന്റെ മരണം വരിക്കും എന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു നേതൃത്വത്തിന്റെ കീഴിലായിരിക്കും യഥാർത്ഥമായ ഇസ്ലാം. ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇതാ. ഇതായിരിക്കണം ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആഗോള ജമാഅത്താണ്. ആ ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു അമീറുൽ മുഅ്മിനീന്റെ കീഴിലാണ്. ആ അമീറുൽ മുഅ്മിനീനെ അനുസരിക്കപ്പെട്ടുകൊണ്ടാണ് ജമാഅത്ത് ഉണ്ടാകേണ്ടത്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ്. മറ്റൊരു ഹദീസ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതായ ഒരു ഹദീസ് നമ്മുടെ ഇബ്രാഹിം സാഹിബ് അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നുബുവത്ത് നിങ്ങളിൽ ഒരു കാലഘട്ടം വരെ നിലനിൽക്കും. അള്ളാഹു ഇച്ഛിക്കുന്ന കാലം അത്രയും നിങ്ങളിൽ അതുണ്ടാകും. പിന്നെ അള്ളാഹു അതിനെ എടുത്തു കളയും. അതിനുശേഷം നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും. അള്ളാഹു ഇച്ഛിക്കുന്ന കാലം അത്രയും നിങ്ങളിൽ നിലനിൽക്കും. പിന്നെ അള്ളാഹു അതിനെ എടുത്തു കളയും. സ്വേച്ഛാധിപത്യം നിങ്ങളിൽ നിലനിൽക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും നിങ്ങൾ നിലനിൽക്കും. പിന്നെ അള്ളാഹു അതിനെടുത്ത് കളയും. വീണ്ടും നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് സംജാതമാകും. അള്ളാഹു ഇച്ഛിക്കുന്ന കാലം അത്രയും അത് നിലനിൽക്കും. പിന്നെ അള്ളാഹു അതിനെടുത്ത് കളയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഹദീസ്. ഇനി സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലം, നുബുവത്തിന്റെ കാലഘട്ടം ഒരു കാലഘട്ടം വരെ നിലനിന്നു. പിന്നെ അതിനുശേഷം അള്ളാഹു ഇച്ഛിച്ചപ്പോൾ അതിനെടുത്ത് കളഞ്ഞു. പിന്നെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് നിലവിൽ വന്നു. നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഒരു കാലഘട്ടം വരെ അള്ളാഹു ഉദ്ദേശിച്ച കാലഘട്ടത്തിൽ നിന്നും അതിനുശേഷം അള്ളാഹു അതിനെടുത്ത് കളഞ്ഞു. പിന്നീട് സ്വേച്ഛാധിപത്യവും ദുർഭരണാധികാരികളുമായ ഖലീഫമാർ ലോകത്ത് വന്നു. ഉസ്മാനിയ ഖിലാഫത്ത്, അബ്ബാസിയ ഖിലാഫത്ത്, തുർക്കി ഖിലാഫത്ത് എന്ന് പറഞ്ഞ
ഖിലാഫത്തുകൾ ലോകത്തിൽ വന്നു. അള്ളാഹ് ഉദ്ദേശിച്ച കാലം അത്രയും അത് ലോകത്ത് നിലനിന്നു. അതിനുശേഷം അള്ളാഹു അതിനെയും എടുത്തു കളഞ്ഞു. വീണ്ടും നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ലോകത്ത് നിലവിൽ വന്നു. മൻ ശക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് വരുമെന്ന് പറഞ്ഞ ശേഷം പിന്നെ റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല. കാരണം ആ ഖിലാഫത്ത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഖിലാഫത്തിനെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് ഇവിടെ പുലരുകയും ചെയ്തു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിനെ അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞത് ഖിലാഫത്തിന് വേണ്ടി പണിയെടുക്കണം എന്നുള്ളതാണ്. ഈ ഖിലാഫത്തിന് വേണ്ടിയൊന്നും ആരും പണിയെടുത്തത് കൊണ്ടുണ്ടായതല്ല. ആണോ അങ്ങനെ പണിയെടുക്കുമ്പോൾ കിട്ടേണ്ടതാണോ എന്ന് നമുക്ക് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ഒരു പരിശോധന നടത്തുകയും ചെയ്യാം. ഇത് അള്ളാഹു ഖിലാഫത്ത് നിലനിർത്തും, അള്ളാഹു നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും, അതിന് കഴിഞ്ഞാൽ സ്വച്ഛാധിപത്യം ഉണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇവിടെ നുബുവത്ത് നിലനിർത്തുന്നതും നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് നൽകുന്നതും അള്ളാഹുവാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഈ ആശാരിമാര് കട്ടിൽ മേശി ഉണ്ടാക്കുന്നത് പോലെ പണിയെടുത്തെങ്കിലും ഉണ്ടാകുന്നതല്ല ഖിലാഫത്ത് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമ്മൾ പരിശോധിക്കാം. സൂറത്ത് അന്നൂറിൽ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖലിഫന്നഹും ഫിൽ അർദി കമസ്തഖലിഫല്ലദീന മിൻ ഖബ്ലിഹിം. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു ഇല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവരോട് ലയസ്തഖലിഫന്നഹും ഫിൽ അർദി കമസ്തഖലിഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്നവരെ ഖലീഫമാരാക്കിയതുപോലെ ഭൂമിയിൽ നിങ്ങളെയും ഖലീഫമാരാക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഖലീഫമാരാക്കുന്നത് അള്ളാഹുവാണ്. ആർക്കാണ് അള്ളാഹു ഖിലാഫത്ത് നൽകുമെന്ന് പറഞ്ഞു? എല്ലാവർക്കും ഖിലാഫത്ത് നൽകുമെന്നല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവരോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹു ഖിലാഫത്ത് നൽകും. അപ്പൊ ആ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും അല്ലാത്തവരും ഖിലാഫത്ത് നൽകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഖലീഫ എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള അർത്ഥമാണെങ്കിൽ, ഈ അർത്ഥത്തിൽ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്തായപ്പോൾ അവിടെ ഉള്ളത് സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമാണ്. ഈ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികൾക്കും അള്ളാഹു നൽകിയ ഖിലാഫത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്താണ്. അതിനുശേഷവും സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും ഉണ്ടായപ്പോൾ അവർക്ക് അള്ളാഹു നൽകിയത് ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്താണ്. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്ത് അള്ളാഹു നൽകി. ഇതിനെ ഖിലാഫത്തുർ റാഷിദ അഥവാ സച്ചരിതരായ ഖലീഫമാരെന്ന് പറയും. അപ്പോൾ ഇവിടെ ഖലീഫമാര് സത്യവിശ്വാസികൾക്ക് ഖലീഫയെ നൽകുന്നത് അള്ളാഹു നൽകുന്നതാണ് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. നബിമാരെയും അള്ളാഹു ഖലീഫമാരെന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ളതായിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ എന്നും, അതുപോലെ ഹാറൂൻ നബിയെ ദാവൂദ് നബിയൊക്കെ ഖലീഫ എന്ന് പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്താണ് ഈ നമ്മൾ ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖലീഫമാർ. കാരണം ഇതിന്റെ തുടക്കത്തിൽ നുബുവത്ത് ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ഖിലാഫത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരെ ഖിലാഫത്തു റസൂൽ എന്ന് പറയുന്നത്, റസൂലിന്റെ ഖലീഫമാർ, റസൂലിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്നത്. റസൂൽ ഏതൊരു സീറ്റിൽ ഇരുന്നോ എന്തൊരു പ്രവൃത്തി ചെയ്തോ ഇതേ സീറ്റിൽ ഇരുന്നുകൊണ്ട് അതേ പ്രവൃത്തി ചെയ്യുന്ന ആ റസൂലിന്റെ പ്രതിനിധികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ ഖലീഫമാർ എന്ന് പറയുന്നത്. ഈ ഖലീഫമാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതുകൊണ്ട്, അള്ളാഹു നൽകുന്നത് കൊണ്ട് ഇവർ അള്ളാഹുവിന്റെ ആ പ്രതിനിധികളായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹുമായിട്ടുള്ള ഒരു ദൃഢബന്ധത്തിലാണ് ഒരു ലോക ജനതയെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹു സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവർക്ക് ഖിലാഫത്ത് നൽകുമെന്നാണ്. ഈ ഖിലാഫത്താണ് അള്ളാഹു ഖിലാഫത്തുർ റാഷിദ എന്ന് പറഞ്ഞ 4 ഖിലാഫത്തിനെ അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പോൾ ഖിലാഫത്ത് അള്ളാഹു നൽകുമെന്ന് പറയുമ്പോൾ വീണ്ടും നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരു പാഠമുള്ളത് കൊണ്ട്
അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും എളുപ്പമുണ്ട്. അത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയും ചെയ്തു. നുബുവത്ത് ഉണ്ടാകും, അതിനുശേഷം നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും. അപ്പോൾ നുബുവത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം ഉണ്ടാകേണ്ടത് നുബുവത്താണ്. ആ നുബുവത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ ആ നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതാണ്. ഇതാരും ജോലി ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ വിഷമെടുത്ത് തയ്ച്ച് ഉണ്ടായത് കൊണ്ടോ ഉണ്ടാകുന്നതല്ല. മിഷനിൽ തയ്ച്ചു കഴിഞ്ഞാൽ പാലോ ഷർട്ടൊക്കെയാണ് ഉണ്ടായിട്ട് വരിക. അതുപോലെ തടിയിൽ ഉള്ളിയുടെ വേണ്ട അടിച്ചു കഴിഞ്ഞാലും വല്ല കട്ടിലോ മേശയൊക്കെയാണ് ഉണ്ടായിട്ട് വരിക. പണിയെടുത്താൽ ഇതൊക്കെയാണ് ഉണ്ടായിട്ട് വരിക. മമ്മൂട്ട് കളിച്ചു കഴിഞ്ഞാൽ വല്ല ചേമ്പോ ചേനയൊക്കെയാണ് ഉണ്ടായിട്ട് വരിക. അപ്പൊ പണിയെടുക്കുന്നതിന് പണിയെടുത്തുണ്ടാക്കേണ്ട സാധനമല്ല ഖിലാഫത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ ഭൂമിയിൽ നിങ്ങളെയും ഖലീഫമാരാക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ തന്നെ മുമ്പുള്ളവർ ആരാണ് എന്ന് കൂടി പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നാ അർസൽനാ ഇലൈക്കും ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിറഔന റസൂല. നാം ഏത് പ്രകാരം ഫിറഔന്റെ അടുക്കലേക്ക് ഒരു റസൂലിനെ അയച്ചുവോ അതേപോലെ നിങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് നിങ്ങളിലേക്കും ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു. നമുക്കറിയാം ഫിറഔന്റെ അടുക്കലേക്ക് അയച്ചത് ഹസ്രത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയാണ്. അവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഉപമിച്ചിരിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിന് മുമ്പുണ്ടായിരുന്ന ഉമ്മത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്താണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിൽ അള്ളാഹു ഖലീഫമാരാക്കിയതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, വആതൈനാ മൂസൽ കിതാബി വകഫൈനാ മിൻ ബഅദിഹി ബിറുസുലി വആതൈനാ ഈസ ഇബ്നു മറിയമിൽ ബയ്യിനാത്ത്. മൂസാ നബിക്ക് നാം ഗ്രന്ഥം നൽകുകയും അതിനെ തുടർന്ന് തുടരെ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുകയും വആതൈനാ ഈസ ഇബ്നു മറിയമിൽ ബയ്യിനാത്ത് എല്ലാ ദൃഷ്ടാന്തങ്ങളുമായി ഈസ ഇബ്നു മറിയമിനെ നാം അയക്കുകയും ചെയ്തു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഗ്രന്ഥം നൽകിയതിനു ശേഷം തുടരെ പ്രവാചകന്മാരെയാണ് ഖലീഫമാരായി അള്ളാഹു അയച്ചുകൊണ്ടിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അതിന്റെ ഒടുക്കത്തിലായിക്കൊണ്ട് ഈസ ഇബ്നു മറിയമിനെ എല്ലാ ദൃഷ്ടാന്തങ്ങളുമായി അള്ളാഹു അയച്ചു. അതായത് മൂസാ നബിക്ക് ശേഷം 12 നൂറ്റാണ്ട് വരെയും നബിമാരായ ഖലീഫമാരെ അള്ളാഹു അയച്ചുകൊണ്ടിരിക്കുകയും 13-ാം നൂറ്റാണ്ടിൽ ആയപ്പോഴേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ആ സമുദായത്തിൽ നിയോഗിക്കുകയും ചെയ്തു. അപ്പൊ മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയത് പോലെ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നത് ബനി ഇസ്രായേലിലെ അംബിയാ മുർസലീങ്ങളെ പോലെയാണ് എന്റെ ഉലമാക്കൾ. ഉലമാ ഉമ്മത്തിക അംബിയാ ഇലാ ബനി ഇസ്രായേൽ. അതേപോലെ ഉലമാഅഹും ശർറു മൻ തഅതീ ബിസമാഹ് എന്ന് പറഞ്ഞൊരു പണ്ഡിതന്മാരും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ, ആകാശ ഭൂമികൾക്കിടയിൽ ഏറ്റവും നീചരും നികൃഷ്ടനുമായിട്ട് എന്റെ ഉലമാക്കൾ മാറുമെന്ന്. അപ്പോൾ ഇവിടെ മുജദ്ദിദുകളായ ആളുകൾ ഇസ്ലാമിനെ ഖുർആനെ തജ്ദീദ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളായ ഉലമാക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയപ്പെട്ടിട്ടുള്ള ഈ ബനി ഇസ്രായേലിലെ അംബിയാ മുർസലീങ്ങൾക്ക് തുല്യരായിട്ടുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള മുജദ്ദിദുകളുടെ കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം 12 നൂറ്റാണ്ട് വരെയും അതുപോലുള്ള മുജദ്ദിദുകളുടെ കാലഘട്ടം ഷാ വലിയുല്ലാഹ് ദഹലവി മദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുൽ മാലിക് ഇങ്ങനെ തുടങ്ങി 12 നൂറ്റാണ്ട് വരെയും മുജദ്ദിദുകളുടെ കാലഘട്ടം ബനി ഇസ്രായേലിലെ നബിമാരെ പോലെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഉണ്ടാകുമെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മൂസാ നബി അലൈഹി ഫിറഔന്റെ അടുക്കലേക്ക് അയച്ചത് പോലെ നിങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത് ആ ഒരു ജനതയിലേക്ക് വേണ്ടി മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴു ലോകത്തേക്കും വേണ്ടിയാണ്. അപ്പോൾ അവിടെ പ്രവാചകന്മാർ വന്നതുവരെ എന്ന് പറഞ്ഞാൽ അവിടെ നൂറ്റാണ്ടുകളിൽ ഓരോ നൂറ്റാണ്ടുകളിലും 12 നൂറ്റാണ്ട് വരെയും അവിടെ നബിമാരുടെ കാലഘട്ടം തുടരെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിന് ശേഷം 12 നൂറ്റാണ്ട് വരെയും ഇതുപോലുള്ള മുജദ്ദിദുകളുടെ കാലഘട്ടം കഴിഞ്ഞു പോയി. ഈ 13-ാം നൂറ്റാണ്ടിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ആഗമനം ഇവിടെ ഉണ്ടാകണം. അപ്പോൾ പോലെ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഈസാ നബി അലൈഹി ഇസ്ലാം ആകാൻ സാധ്യതയില്ല. ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരാൻ സാധ്യമല്ല. കാരണം മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയത് പോലെ ഭൂമിയിൽ നിങ്ങളെയും ആക്കുമെന്ന് പറഞ്ഞാൽ
ഇവിടെ പോലെയുള്ള ആളുകൾക്കാണ് വരാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ബനി ഇസ്രായേൽ വന്ന നബിമാരെ പോലുള്ള ആളുകളാണ് മുജദ്ദിദുകളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അവർ തന്നെയല്ല ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഒടുക്കത്തിൽ വന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ഒരാളായിരിക്കണം ഇവിടെ വരേണ്ടത് എന്ന് ഈ ആയത്ത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലുള്ള ഒരാൾ ഇവിടെ വരികയും വേണം. അതിനുശേഷം ഖിലാഫത്ത് റാഷിദ ഉണ്ടായതുപോലുള്ള ഖിലാഫത്ത് അതിനെ തുടർന്നുകൊണ്ടുണ്ടാവുകയും വേണം. ഇതാണ് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നുബുവത്തില്ലാതെ ഖിലാഫത്ത് ഉണ്ടാവുകയില്ല. നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ ആ ഖിലാഫത്തിന് നുബുവത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ആ ഖിലാഫത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അവിടെ ആരും ജോലി ചെയ്തത് കൊണ്ടോ പണിയെടുത്തത് കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹു നേരിട്ട് അവർ ഖിലാഫത്ത് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ അള്ളാഹു ഈ സമുദായത്തിലും ഖിലാഫത്ത് നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്തിന് ശേഷം ഇതേപോലുള്ള ഖിലാഫത്ത് അള്ളാഹു ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ അവസാന കാലത്തും ഇതേപോലെ നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാകും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം. എന്നാൽ ഈ വാഗ്ദാനം ഇവിടെ അള്ളാഹു പൂർത്തീകരിച്ചപ്പോൾ, ഇവിടെ നിറവേറ്റിയപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ എക്കാലത്തും എല്ലാ ലോകത്ത് എവിടെയെല്ലാം അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ അവരെല്ലാം നിഷേധിക്കുന്നതിന് വേണ്ടി അതാത് കാലഘട്ടത്തിലെ പൗരോഹിത്യവും അതുപോലുള്ള ഭരണാധികാരികളും എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതേ തന്ത്രം തന്നെയാണ് ഇവിടെ ഇവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തന്നെ അള്ളാഹു നിയോഗിക്കുന്നതാണ് ഖലീഫയെ എന്ന് ഒരിക്കലും ഓ അബ്ദുറഹിമാൻ സാഹിബിന് പറയാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണ്? ഓ അബ്ദുറഹിമാൻ സാഹിബിന്റെ വിശ്വാസം അതിന് വിരുദ്ധമാണ്. ഓ അബ്ദുറഹിമാൻ സാഹിബും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉദ്ദേശവും ലക്ഷ്യവും രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമാണെന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് എന്നും ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ മാത്രമേ ഒരാളിന് പരിപൂർണമായി മുസ്ലിം ആകാൻ സാധിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർക്ക് എങ്ങനെയാണ് അള്ളാഹുവാൽ നിയോഗിതരായ ഖലീഫമാരെ സ്വീകരിക്കാൻ സാധിക്കുക, അത് അംഗീകരിക്കാൻ സാധിക്കുക? ഇന്ന് ലോകം ഭരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ആരും തന്നെ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം താഗൂത്തി ഭരണങ്ങളാണ്, അതായത് ദുർദേവതകളുടെ ഭരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഇസ്ലാമിന്റെ ഭരണം ഉണ്ടാകണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഭരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണം വേണമെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലാണ് ഈ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത് പോലും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് എങ്ങനെ തനിക്ക് അനുകൂലമാക്കി തീർക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരിക്കലും പണിയെടുത്താൽ കിട്ടുന്നതല്ല, പണിയെടുത്ത് കിട്ടിയിട്ടുള്ളതല്ല. നമ്മുടെ മുമ്പിൽ ഇതിനെ കുറിച്ചുള്ള പാഠം ഉണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഇനിയിപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പ് ബനി ഇസ്രായേൽ വന്ന ഈസാ നബി അലൈഹി ഇസ്ലാം. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ആയിരിക്കണമെന്നാണ്. ഭരണമില്ലെങ്കിൽ ഖിലാഫത്തില്ല. മുമ്പുണ്ടായിരുന്നവരെ ഖലീഫമാരാക്കിയത് പോലെ എന്ന് പറയുമ്പോൾ മുമ്പ് വന്ന യഹിയാ നബി, സക്കരിയ നബി, ഈസാ നബി അലൈഹി ഇസ്ലാം ഇവർക്കൊക്കെ എന്ത് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുകൂടി ഇവർ തെളിയിക്കേണ്ടതുണ്ട്. ഇവരൊന്നും തന്നെ ഭരണപരമായിട്ടായിരുന്നില്ല വന്നത്. ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാർക്ക് മാത്രമേ ഭരണം ഉണ്ടായിരുന്നുള്ളൂ, 3-4 പ്രവാചകന്മാർ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു ഭരണത്തിന് കീഴിൽ ഒരു മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ ഭരണം നിർബന്ധമാണ്, ഭരണമുണ്ടെങ്കിൽ അവർക്ക് മുസ്ലിം ആകാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിക്കൊണ്ട് മുഴു ലോകത്തിനും കാരുണ്യമായിക്കൊണ്ട് അയക്കുമ്പോൾ മുഴു ലോകത്തിന്റെയും ഭരണമെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൈകളിൽ വെച്ചു കൊടുക്കണമായിരുന്നു. കാരണം അവരൊക്കെ ആ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ പൂർണ്ണമായി മുസ്ലിം ആകണമെങ്കിൽ ഭരണം അനിവാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി ലോകത്തിന്റെ മുഴുവനും ഭരണം എടുത്ത് നൽകിയെങ്കിൽ മാത്രമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്ക് യഥാർത്ഥ മുസ്ലിമായി മരിക്കാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെ ഭരണം അനിവാര്യമായിരുന്നെങ്കിൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു ലോകത്തിന്റെ മുഴുവനും ഭരണവും എഴുതി കൊടുക്കുമായിരുന്നു. ഇത് അള്ളാഹു ചെയ്യാത്തതിന്റെ കാരണം ഭരണവും മതവും രണ്ട് ദിശകളിലൂടെ സഞ്ചരിക്കുന്നതാണ്. അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും ഒരു രാഷ്ട്രത്തിന്റെ പിൻബലം ആവശ്യമില്ല. രാഷ്ട്രത്തിന്റെ പിൻബലം ആവശ്യമുള്ള സാമൂഹ്യമായ കാര്യങ്ങളും ആ ഭരണത്തിന് കീഴിൽ പല മതസ്ഥരും പല വർഗത്തിലും പല വർണ്ണത്തിലുമുള്ള ആളുകൾ ജീവിക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും സേവനങ്ങൾ ചെയ്യുന്നതിനും ആ രാജ്യത്തിനെ സംരക്ഷിക്കുന്നതിനുമാണ് ഭരണം എന്ന് പറയുന്നത്, മതത്തെ സംരക്ഷിക്കുന്നതിനല്ല. ഇനി ഇസ്ലാമികമായ ഒരു ഭരണം മുസ്ലിങ്ങൾ ഭൂരിഭാഗം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടെ ഇസ്ലാമിക ഭരണം ഇസ്ലാമിന് അന്യവുമല്ല. പക്ഷെ ഇസ്ലാമിന് അതുണ്ടെങ്കിലേ നിർബന്ധമുള്ളൂ എന്നുള്ള ഒരു നിബന്ധന പോലും ഇസ്ലാമിലില്ല. ഇതേപോലെ ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കണ്ണോടിക്കുകയാണെങ്കിൽ ഖിലാഫത്ത്, തുർക്കി ഖിലാഫത്ത്, അബ്ബാസിയ ഖിലാഫത്ത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും. അതിനുശേഷം ദുർഭരണാധികാരികളായ ഖലീഫമാരുണ്ടാകും, സ്വേച്ഛാധിപത്യം ഉണ്ടാകും, വീണ്ടും നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്തിന് ശേഷം ആ നുബുവത്തിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഖലീഫമാരുണ്ടാവുകയും അതിനുശേഷം സ്വേച്ഛാധിപത്യവും ദുർഭരണാധികാരികളുമായ ഖലീഫമാർ ലോകത്തുണ്ടാവുകയും ചെയ്തു. പിന്നീട് ഉസ്മാനിയ ഖിലാഫത്ത്, അബ്ബാസിയ ഖിലാഫത്ത്, തുർക്കി ഖിലാഫത്ത്, ഇങ്ങനെയുള്ള ഖിലാഫത്തുകൾ ലോകത്തുണ്ടായി. തുർക്കി ഖിലാഫത്ത് കമാൽ പാഷയുടെ നേതൃത്വത്തിൽ തുർക്കി ഖിലാഫത്ത് പിരിച്ചുവിട്ടപ്പോൾ ഇന്ത്യയിൽ പോലും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. കാരണം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇതാഅ. ഇസ്ലാം എന്ന് പറയണമെങ്കിൽ ഒരു ജമാഅത്ത് ആയിരിക്കണം, ആഗോളമായ ഒരു ജമാഅത്ത് ആയിരിക്കണം, അതിനൊരു അമീറുൽ മുഅ്മിനീൻ ഉണ്ടായിരിക്കണം, അതിനനുസരിച്ച് കൊണ്ടായിരിക്കണം ജമാഅത്ത് ഉണ്ടാകേണ്ടത്. ഇത് മനസ്സിലാക്കിയ മുഅ്മിനീങ്ങളായ ആളുകൾ ഖിലാഫത്ത് നഷ്ടപ്പെട്ടപ്പോൾ, തുർക്കി ഖിലാഫത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുകയും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല, ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല, അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവർ ഗവൺമെന്റ് ഉദ്യോഗത്തിൽ ജോലി ചെയ്യാൻ പാടില്ല, അവർ ഭരിക്കുന്ന നാട്ടിൽ നിൽക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് 80,000 മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. അപ്പോ ഖിലാഫത്ത് അനിവാര്യമായിരുന്നു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നു. ഈ ഖിലാഫത്ത് അള്ളാഹു നൽകേണ്ടതായിരുന്നു എന്നും മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇതിനുശേഷം ഈ കാലയളവിൽ തന്നെ അള്ളാഹുവാൽ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് അള്ളാഹു കൂടെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ഖിലാഫത്തിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് താങ്കൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഈ ജനതയെ നയിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയപരമായി രാഷ്ട്രങ്ങളുടെ ഭരണം പിടിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ ഒരിക്കലും സാധ്യമല്ലാത്തത് കൊണ്ട് അള്ളാഹുവാൽ സ്ഥാപിതമാക്കിയ ഖിലാഫത്തിനെ തള്ളിപ്പറയുകയും തങ്ങളാൽ കഴിയും വിധം ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഖിലാഫത്ത് മോഹികൾ പല ഖിലാഫത്ത് ഇവിടെ സ്ഥാപിക്കുന്നതിന് പലരെയും ഖലീഫമാരാക്കാനുള്ള വ്യതയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഫൈസൽ രാജാവിനെ ഖലീഫയാക്കാൻ നോക്കി, ഈദി അമീനെ ഖലീഫയാക്കാൻ നോക്കി. അങ്ങനെ ഖലീഫ മോഹം വെച്ച് നടന്ന ആളുകളെല്ലാം തന്നെ ധാരാളം പൈസ മറ്റ് പല മുസ്ലിം രാജ്യങ്ങൾക്കും പല സാമ്പത്തിക സഹായങ്ങൾ നൽകി. അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ഖലീഫമാർ ചെയ്തു. റാബിത്തത്തുൽ ആലമീൻ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ച് അഹമ്മദികളുടെ കാഫറുകളാണ്, അവരെ കുട്ടികളെ കൊന്നൊടുക്കണം, മുതൽ പിടിച്ചെടുക്കണം, അവരെ സമ്പത്ത് കൊള്ളയടിക്കണം, അവർക്ക് യാതൊരു സർക്കാർ ജോലികൾ നൽകാൻ പാടില്ല, ഇങ്ങനെ ഒരു ക്ഷുദ്ര കൃതികൾ പോലും അവര് രചിച്ചു. ഫൈസൽ രാജാവ് അടക്കമുള്ള ആളുകൾ അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അള്ളാഹു ഖിലാഫത്ത് നൽകുമെന്ന് പറഞ്ഞ ഖിലാഫത്തിന് അള്ളാഹു വിജയിപ്പിക്കുകയും
ഉഗാണ്ട പ്രസിഡന്റ് മനുഷ്യനെ പോലും തിന്നുന്ന മൃഗത്തെ പിടിച്ചുകൊണ്ട് പോലും ഖലീഫയാക്കാനുള്ള ശ്രമം നടത്തി അവസാനം ഇവരുടെ എല്ലാം ദയനീയമായ പരാജയം. ഈദി അമീനെല്ലാം സ്വന്തം രാജ്യത്ത് നിന്ന് ഇറങ്ങാൻ പറ്റാതെ അവിടെ വിട്ടുകൊടേണ്ടി വരികയും ഏതോ ഒരു ആനപ്പന്തയത്തിൽ വെച്ച് അദ്ദേഹം ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. ഫൈസൽ രാജാവ് ഖലീഫയെ മോഹം വെച്ചുകൊണ്ട് ഖലീഫ കിരീടമണിയുന്നതിന്റെ തലേ ദിവസം സ്വന്തം മരുമകനാൽ വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്തുണ നൽകി എല്ലാവരും തകർന്ന് തരിപ്പണമായി. അല്ലാഹുവാൽ സ്ഥാപിതമായ വാഗ്ദാനം ചെയ്ത അല്ലാഹുവാൽ സ്ഥാപിച്ച ആ ഖിലാഫത്ത് ഇന്നും ലോകത്തിന്റെ നെറുകയിൽ ഇസ്ലാമിന്റെ പ്രചരണവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഖിലാഫത്തിനെ കുറിച്ചാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ അതിലെ പണിയെടുത്താൽ കിട്ടുന്നതിനെ കുറിച്ചല്ല. സത്യവിശ്വാസികളും സൽക്കർമ്മകാരികൾക്കുമാണ് അല്ലാഹു ഖിലാഫത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകുന്ന കാലഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ഓ അബ്ദുറഹിമാൻ സാഹിബ്, പഠിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം പോയി പഠിക്കണമെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്. അന്ന് വെള്ളപ്പൊക്കത്തിന് ശേഷം കരയിൽ അടിഞ്ഞ ചപ്പു ചവറുകൾ പോലെ എന്റെ സമുദായമായി തീരും. ഈമാൻ സുറയ്യ നക്ഷത്രം വരെ ഉയരും. ഉലമാക്കൾ ആകാശഭൂമികൾക്കിടയിൽ ഏറ്റവും നീചരും നിഷ്ഠരുമായിട്ട് മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടത്തിലാണ് നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഇവിടെ നുബുവത്ത് സ്ഥാപിതമാകും, അതിനെ തുടർന്നുകൊണ്ടാണ് നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാകേണ്ടത് എന്ന സാമാന്യ തിരിച്ചറിവ് അദ്ദേഹം ഉണ്ടാകേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ പണിയെടുത്താൽ ഉണ്ടാകുന്നതല്ല പ്രവാചകത്വവും, അതുപോലെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തും പണിയെടുത്താൽ ഉണ്ടാകുന്നതല്ല. ഇത് അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം എപ്പോഴും അല്ലാഹു നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൽ ധാരാളം സത്യവിശ്വാസികൾ ആ വാഗ്ദാനത്തിന്റെ പ്രതീകങ്ങളായി ലോകത്ത് നിലനിൽക്കുന്നു. അപ്പോൾ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഖിലാഫത്ത് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ആരാണ് ഇവിടെ സത്യവിശ്വാസി, ആരാണ് ഇവിടെ അവിശ്വാസി എന്ന് അള്ളാഹു വേർതിരിച്ച് കാണിക്കുന്ന ഒരു അളവുകോൽ കൂടിയാണ് ഇവിടെ അള്ളാഹുവിന്റെ വാഗ്ദാനം അവരിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ ആരാണ് ഇവിടെ സത്യവിശ്വാസി, ആരാണ് അവിശ്വാസി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സത്യവിശ്വാസിയും സൽക്കർമ്മകാരിയുമാണോ അവർക്ക് അള്ളാഹു ഖിലാഫത്ത് നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്ന് അഹ്മദിയ മുസ്ലിം ജമാഅത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും എന്നെ പോലെ ആർജവത്തോടു കൂടി പറയാൻ കഴിയും. എന്ത്? ഞങ്ങൾക്ക് അള്ളാഹു, ഞങ്ങൾ സത്യവിശ്വാസികളാണ്, സൽക്കർമ്മകാരികളാണ് എന്നതിന് അള്ളാഹുവിന്റെ മുദ്ര ഞങ്ങൾക്കുണ്ട്. എന്താണ് ഞങ്ങൾക്കുള്ള മുദ്ര? അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമാണെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു ഖിലാഫത്ത് നൽകുമെന്ന് അള്ളാഹു പറഞ്ഞു. ആ വാഗ്ദാനം അള്ളാഹു ഞങ്ങളിലൂടെ നിറവേറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും ഞങ്ങൾ മാത്രമാണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിനല്ലാതെ ലോകത്ത് ഒരു ശക്തികൾക്ക് പോലും ഖിലാഫത്ത് എന്ന് പറയുന്ന ഈ അനുഗ്രഹം അള്ളാഹു നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് ഇമാം സാഹിബ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഖിലാഫത്ത് മറ്റെന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് ഭരണം പിടിച്ചെടുക്കാനുള്ള തന്ത്രമല്ല നടത്തേണ്ടത് എന്ന് വിനീതമായി താങ്കളോട് പറയുകയും അതേപോലെ ഖിലാഫത്തിനെ തിരിച്ചറിയണമെന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ഇൻഷാ അല്ലാഹ് കാണാം.